വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ്, ദോഹ, ഖത്തർ. അധ്യായം 407. കേരളപ്പിറവി ഓർമ്മപ്പെടുത്തുന്നത്. നവംബർ 1 മലയാളം സംസാരിക്കുന്ന ജനങ്ങളെ ഒരുമിപ്പിച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. ഈ ദിവസം കേരളത്തിന്റെ സാംസ്കാരിക ഐക്യത്തിന്റെയും ഭാഷാഭിമാനത്തിന്റെയും പ്രതീകമായൊരു ദിനമാണ്. കേരളപ്പിറവിക്ക് മുമ്പ് മലയാളികൾ ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 വ്യത്യസ്ത ഭരണപ്രദേശങ്ങളിലായിരുന്നു. ഇവയെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒന്നായൊരു കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം. ഈ ഐക്യം മലയാളികളുടെ ആത്മാഭിമാനത്തിന്റെ ചരിത്ര വിജയമായിരുന്നു. കേരളപ്പിറവി ദിനം നമ്മെ ഭാഷാ, സാംസ്കാരിക, സാമൂഹിക ഐക്യത്തിന്റെ മൂല്യം ഓർമ്മിപ്പിക്കുന്നു. മലയാള ഭാഷയുടെ സമ്പന്നത, സാഹിത്യ വൈഭവം, കലാപാരമ്പര്യം, ജീവിത രീതിയിലെ സവിശേഷതകൾ എന്നിവയെ സംരക്ഷിക്കാനും വളർത്താനും ഈ ദിനം പ്രചോദനം നൽകുന്നു. ഭാഷ മാത്രമല്ല, മനുഷ്യത്വം, സഹിഷ്ണുത, സമത്വം എന്നീ മൂല്യങ്ങളാണ് കേരളത്തിന്റെ അടിത്തറ. കേരളം ഇന്ന് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും സാമൂഹ്യ വികസനത്തിലും ലോകത്തിന് മാതൃകയായിരിക്കുന്നു. ഇതിനു പിന്നിൽ ഒരുമയും സമത്വചിന്തയുമുള്ള കേരളീയതയുടെ ആത്മാവ് തന്നെയാണ്. അതിനാൽ കേരളപ്പിറവി ആഘോഷിക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ മഹത്വവും ഇന്നത്തെ ഉത്തരവാദിത്വവും ഒരുപോലെ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ മണ്ണിനോടുള്ള സ്നേഹം, ഭാഷയോടുള്ള ആത്മാഭിമാനം, സഹജീവിത മൂല്യങ്ങൾ എന്നിവയാണ് നമുക്ക് മുന്നോട്ടു പോകാനുള്ള പ്രചോദനം. കേരളപ്പിറവി ദിനം ഒരു ആഘോഷം മാത്രമല്ല, അത് നമ്മുടെ അസ്തിത്വത്തിന്റെ ഓർമ്മപ്പുറം കൂടിയാണ്. മലയാളിയായി തന്നെ അഭിമാനത്തോടെ ജീവിക്കാനും കേരളത്തിന്റെ വികസനത്തിന് പങ്കാളിയായി തീരാനും ഈ ദിനം ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നു. കേരളപ്പിറവി ദിനം നമ്മുടെ ഭാഷാ, സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകം മാത്രമല്ല, അത് കേരളീയതയുടെ ആത്മാവിനെ ഉണർത്തുന്ന ദിനവുമാണ്. ഒരുമയും സഹജീവിതവുമാണ് കേരളത്തിന്റെ ശക്തി. അതിനാൽ ഈ ദിനം ആഘോഷിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെയും അഭിമാനത്തെയും പുതുക്കിയുറപ്പിക്കുന്നതാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ 69 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സംസ്ഥാനം അഭിമാനകരമായ പല നേട്ടങ്ങളും കൈവരിച്ചിരിക്കുന്നു. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സാമൂഹ്യനീതിയുടെയും മൂല്യങ്ങൾ എക്കാലവും ചേർത്തു നിർത്തിയ കേരളം ജീവിത നിലവാരത്തിലും ജനക്ഷേമത്തിലും രാജ്യത്തിനാകെ മാതൃകയായി വളർന്നിരിക്കുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, ടൂറിസം, അടിസ്ഥാന സൗകര്യ വികസനം, ജനക്ഷേമം ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകമാകെ ശ്രദ്ധ നേടിയിരിക്കുന്നു. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായ കേരളം വികസനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ തലങ്ങളിലേക്കാണ് മുന്നേറുന്നത്. സഹവർത്തിത്വവും സാഹോദര്യവുമാണ് കേരളത്തിന്റെ മുഖമുദ്ര. സങ്കുചിത താൽപര്യങ്ങൾക്കായി അതിന്റെ കടയ്ക്ക് കത്തിവെക്കാനും സൗന്ദര്യം കെടുത്താനും നടക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ജാഗ്രതയോടെ പ്രതിരോധിക്കണമെന്നാണ് കേരളപ്പിറവി ഓർമ്മപ്പെടുത്തുന്ന സുപ്രധാനമായ സന്ദേശം. ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന മുന്നേറ്റവും തീർത്ത അടിത്തറയിലാണ് കേരളം പുരോഗതിയിലേക്ക് കുതിച്ചത്. അതിന് ദുർബലമാക്കാൻ വർഗീയ രാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾ ഈ കേരളപ്പിറവി ദിനാചരണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ആധുനിക കേരളത്തിന്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യവും അത് സമ്മാനിച്ച സുദീർഘമായ ചരിത്രവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും സമൂഹം തയ്യാറാകണമെന്നതാണ് കേരളപ്പിറവി ദിനം ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു സുപ്രധാനമായ ആശയം. ഐക്യകേരളത്തിനായി പൊരുതിയ പൂർവികരുടെ ശ്രമങ്ങൾ പാഴാവില്ലെന്നുറപ്പുവരുത്തുകയും പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് കേരളത്തിന്റെ മഹത്വത്തെ കൂടുതൽ പ്രകാശപൂർണമാക്കാനും ശ്രമിക്കുമെന്ന പ്രതിജ്ഞയാണ് കേരളപ്പിറവി ദിനത്തിൽ പ്രസക്തമായ മറ്റൊരു കാര്യം. ജാതിമത പ്രാദേശിക വൈജാത്യങ്ങൾക്കതീതമായ മാനവികതയെ ഏറ്റെടുക്കാനും പരസ്പരം കൈകോർത്ത് പിടിച്ച് മുന്നോട്ടു പോകാനുമുള്ള ആർജവമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. സസ്യശ്യാമള, കേരകേദാര, പ്രകൃതിരമണീയമായ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിന് 69 വയസ്സ് തികയുമ്പോൾ ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ എന്ന വള്ളത്തോളിന്റെ വരികൾ നമ്മെ ആവേശം കൊള്ളിക്കട്ടെ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഒട്ടേറെ ഉയരങ്ങൾ കീഴടക്കിയ കേരളം ഇനിയും മുന്നേറുവാനും മറ്റു സംസ്ഥാനങ്ങളുടെ മുന്നിൽ തലയെടുത്തു നിൽക്കുവാനും കൂട്ടായ ശ്രമങ്ങളുണ്ടാവേണ്ടതിന്റെ ആവശ്യകതയും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ദിനമാണിന്ന്. കേരളപ്പിറവി ദിനം കേവലം ആഘോഷങ്ങളിൽ പരിമിതപ്പെടുത്താതെ മലയാളികളുടെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെയും പുരോഗതിയുടെയും ഓർമ്മപ്പെടുത്തലാക്കണമെന്നതാണ് ഈ ദിനം അടിവരയിടുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു.
പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.